ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കോമേഴ്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ മോഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ രണ്ടാമത്തെ റിവിഷൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ആസ് പെർ നമ്മുടെ റിവിഷൻ ഇതൊക്കെ നന്നായി പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് ആ ഒരു മോഡ്യൂളിലേക്ക് കടക്കാം. അതിന്റെ കുറച്ച് ഒരു 1-2 ക്ലാസ്സുകൾ ഇന്നലെ വരെയുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Question number 1. Which was the first bank established in India? ആദ്യത്തെ ഇന്ത്യയിൽ കേട്ടോ. The Reserve Bank of India, Imperial Bank, Bank of Hindustan, Allahabad Bank. ഏത് ബാങ്കാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത് ഇന്ത്യയില്? ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി അല്ലേ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. കേട്ടോ, ആദ്യമായിട്ട് വന്നത് ഏതാ വർഷം എന്നറിയോ ആർക്കെങ്കിലും? ഏത് വർഷമാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വന്നത്? 1770 കേട്ടോ. വെരി ഗുഡ് രമ്യ. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വന്നത്. ഓക്കെ, എവിടെയാണെന്നറിയോ ആർക്കെങ്കിലും? ഓക്കെ, വെരി ഗുഡ് അല്ലെ, കൊൽക്കത്തയിലാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആദ്യമായിട്ട് വന്നത്. ഇപ്പൊ ഉണ്ടോ ഈ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ വർക്കിംഗ് ആണോ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ? ഇല്ല, അത് അതിന്റെ ലാഭമൊന്നും ഇല്ലാതെ കണ്ടപ്പോ ഒരു 10-100 വർഷമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്താണ് അത് വേണ്ടെന്ന് വെച്ചു. അവരുടെ ഫങ്ഷൻസ് ഒക്കെ നിർത്തി വെച്ചു. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇല്ല ഇപ്പൊ. 1800-ലൊക്കെയാന്ന് തോന്നുന്നു ഒക്കെയാണ് അത്. ഓക്കെ, വെരി ഗുഡ്. 1832 വെരി ഗുഡ്. 1832 ആയിരുന്നു അതിന്റെ നടപടികളൊക്കെ. അങ്ങനെ 1832 ആയപ്പോഴത്തേക്കും അതിന്റെ ഇതുകളൊക്കെ വേണ്ടെന്ന് വെച്ചു. വെരി ഗുഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്കറിയാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഏതാ വർഷം? ഓക്കെ, ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ അല്ലെ, 1935 കേട്ടോ. RBI നമുക്കറിയാലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1935. അപ്പൊ എന്നാണ് RBI നാഷണലൈസ് ചെയ്തത്? വെരി ഗുഡ്. 1949 RBI നാഷണലൈസ് ചെയ്ത വർഷം, 1949. ഓക്കെ, വെരി ഗുഡ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. How many banks were nationalized in the first phase of nationalization in 1969? നാഷണലൈസേഷൻ നടന്നു അല്ലെ 1969. എത്ര ബാങ്കുകളാണ്? അതാണ് അതിന്റെ ആദ്യത്തെ ഫേസ്. അപ്പൊ അതിൽ എത്ര ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്? ഓക്കെ അല്ലെ, എത്രയാണ് ആൻസർ? സി ആണ്. 14 ബാങ്കുകളാണ് ആദ്യത്തെ ഘട്ടത്തില് നാഷണലൈസ് ചെയ്തത്. എന്നാണെന്നറിയോ? അത് ജൂലൈ 19 നാഷണലൈസ് ചെയ്തിരുന്നത്. 1969 ജൂലൈ 19.
അന്ന് ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ എന്ന് ഭയങ്കര ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ആ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നമുക്ക് ആരായിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? 1960 വെരി ഗുഡ്, ഇന്ദിരാഗാന്ധി അല്ലെ? കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടങ്ങളാണ് അതില്. വലിയൊരു മാറ്റമാണ് അല്ലെ? നാഷണലൈസ് ചെയ്ത് 14 ബാങ്കുകൾ. Question number 4. Which of the following is not a type of scheduled bank? Which of the following? ഈ ക്വസ്റ്റ്യൻ ഒരു കാര്യം ഞാനിത് ക്യാൻസൽ ചെയ്തതാണ്, പെട്ടെന്ന് വിട്ടുപോയി, മറന്നു. ഇത് ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു നോക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാന്ന് പറയാൻ പറ്റുമോ? പബ്ലിക് സെക്ടർ ആണോ, പ്രൈവറ്റ് സെക്ടർ ആണോ, ഫോറിൻ ബാങ്ക്സ് ആണോ, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണോ? എല്ലാം ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ് കേട്ടോ. അതെന്തോ ഒരു ക്വസ്റ്റ്യൻ വന്ന മിസ്റ്റേക്ക് ആണ്. ഇവിടെ നോട്ട് എ ടൈപ്പ് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് കൊടുത്തിട്ട് ഓപ്ഷൻസ് തെറ്റി തന്നിരിക്കുന്നതാണ്. ചിലപ്പോൾ ഇവിടെ ഏതെങ്കിലും എന്താ പറയാ നോൺ ഷെഡ്യൂൾഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ഒക്കെ ഉണ്ട്. ഈ 4ഉം നമുക്ക് ഏതാണ്? ഷെഡ്യൂൾഡ് ബാങ്ക് ആണ്. അപ്പോ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ നോട്ട് എന്നില്ലെങ്കിൽ ഇവിടെ കറക്റ്റ് ആയി. ടൈപ്പ് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4ഉം ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് കേട്ടോ. പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഫോറിൻ ബാങ്ക്സും റീജിയണൽ റൂറൽ ബാങ്ക്സും ഒക്കെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ്. അപ്പൊ ഞാനത് വിട്ടുപോയതാണ്. അത് റെഫർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്, അതിപ്പോ മറന്നു. ഓക്കെ, 5ാമത്തെ ചോദ്യം. The Narasimham Committee 1991 is related to industrial licensing, banking sector reforms, agricultural pricing, insurance reforms. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി അല്ലെ? ബാങ്കിങ് സെക്ടർ റീഫോംസ് 1991 എൻ നരസിംഹം അല്ലെ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവരുടെ ഒരു കമ്മിറ്റി പഠനങ്ങൾ നടത്തി ബാങ്കിങ് സെക്ടറിലുള്ള ഒരുപാട് പോരായ്മകളെ മനസ്സിലാക്കിയിട്ട് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? 1991 ഒരുപാട് ബാങ്കിങ് സെക്ടർ റീഫോംസുകൾ നടന്നിട്ടുണ്ട്. ഓക്കെ, ആരാന്നറിയോ ഈ നരസിംഹം എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആ കാലഘട്ടത്തില് അദ്ദേഹം ഒരു ഒഫീഷ്യൽ ആയിരുന്നു. എവിടെയുള്ളതാണെന്ന് അറിയോ നിങ്ങൾക്ക്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ 1991 കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് റേറ്റ്സിൽ വന്നിരിക്കുന്ന റെഗുലേഷൻസുകൾ കുറയ്ക്കുക, SLR, CRR ഇതൊക്കെ ഇല്ലേ? അപ്പൊ അതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ഓട്ടോണമി, ബാങ്കിങ് സെക്ടറിനെ ഒരുപാട് ഓട്ടോണമി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നരസിംഹം കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. Which bank was formed by merging 3 presidency banks in 1921? Reserve Bank of India, Imperial Bank, State Bank, Punjab National Bank. Which question വ്യക്തമായി വായിക്കുക. Bank was formed by merging 3 presidency banks in 1921. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് 3 പ്രസിഡൻസി ബാങ്കുകൾ അല്ലെ 1921 ഫോം ചെയ്തു. ഏത് ബാങ്ക്? ഇമ്പീരിയൽ ബാങ്ക്,
അത് ഏത് പ്രസിഡൻസി ബാങ്കുകൾ മെർജ് ചെയ്തിട്ടാണ്? അത് പറയാവോ ആർക്കെങ്കിലും? ഏതൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇതൊക്കെ. അതൊക്കെ നോട്ട് എഴുതിയിട്ടുള്ളവർക്ക് കിട്ടും. 3 പ്രസിഡൻസി ബാങ്ക്സ്. ബാങ്ക് ഓഫ്, വെരി ഗുഡ് അല്ലെ, ബാങ്ക് ഓഫ് ബംഗാൾ, ബോംബെ, മദ്രാസ്. ഈ 3 പ്രസിഡൻസി ബാങ്കുകളൊക്കെ കൂടി ഫോം ചെയ്തതാണ് ഏത്? ഇംപീരിയൽ ബാങ്ക്. ഇപ്പൊ ഇംപീരിയൽ ബാങ്ക് ഉണ്ടോ? ഇല്ല. പക്ഷെ ഈ ഇംപീരിയൽ ബാങ്ക് ഉണ്ട്. ഇംപീരിയൽ ബാങ്കിന്റെ പേര് മാറ്റിയതാണ്. അങ്ങനെ ആർക്കെങ്കിലും ഈ ഓപ്ഷനിൽ ഡൗട്ട് വന്നോ? അറിയാവുന്നവരോട് ചോദിച്ചതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണോ റുഷിദയാണോ അത് സി മാർക്ക് ചെയ്തത്? അത് വിചാരിച്ചിട്ടാണോ? അങ്ങനെ വിചാരിച്ചിട്ടാണോ അതോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ്? യെസ്, ഓക്കെ. പക്ഷേ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഋഷിത, കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇപ്പോ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1921 ഏത് ബാങ്ക് ആയിട്ടാണ് മാറിയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അത് ഇംപീരിയൽ ബാങ്ക് ആണ് കേട്ടോ. അങ്ങനെ ചോദ്യം മനസ്സിലാക്കാം. എന്നിട്ട് ഇപ്പോ, അതായത് ഇപ്പോഴല്ല, പിന്നെ ഏത് വർഷമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്, അതിന് പേര് നൽകിയത്? പിന്നെ അത് മാറി. പിന്നെ ഒരു 10-30 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും എന്താണ്? 1955 വെരി ഗുഡ് അല്ലെ. 1955 അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നാമം സ്വീകരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാക്കി മാറ്റി. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്. കൺഫ്യൂസിംഗ് ആണ് അത് രണ്ടും വരും. അപ്പൊ തെറ്റരുത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഷെഡ്യൂൾഡ് banks are listed under which schedule of the RBI Act 1934? ഏത് ഇതിലാ പെടുന്നതെന്ന് നമ്മൾ പറയാറില്ലേ? ഷെഡ്യൂൾഡ് ബാങ്കുകളും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സുകളും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ പറയുന്നത്? ഏതാണ് ദ റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ അല്ലേ? അതായത് ആർ ബി ഐ ആക്ട് പ്രകാരം ആക്ടില് സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കുകൾ, അതിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ വെറുതെ ഉൾപ്പെടുന്നതല്ല, അതിന് ഒരുപാട് കണ്ടീഷൻസുകളുണ്ട്. അവർക്ക് ഇത്ര ക്യാപിറ്റൽ, ഇത്രയും പെയ്ഡപ്പ്, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ്, എഫിഷ്യൻസി, ഇതൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ച് സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 8. How many banks were nationalized in the second phase in 1980s? ആദ്യത്തെ ഫേസിൽ നമ്മൾ കണ്ടു 1969 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത ഘട്ടമാണ് 1980 കുറച്ച് ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. അത് എത്ര ബാങ്കുകളാണ്? ഓക്കെ അല്ലെ. ഓപ്ഷൻ എ 6 ബാങ്കുകളാണ് രണ്ടാമത്തെ ഘട്ടത്തില് നാഷണലൈസ് ചെയ്തത്. അപ്പൊ 1969 മറക്കരുത്, 1980 ബാങ്കിങ് മേഖലകളിലെ 2 മാറ്റങ്ങൾ നടന്നൊരു കാലഘട്ടങ്ങളാണ്. ആദ്യത്തേല് 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു, രണ്ടാമത്തത് 6 ബാങ്കുകൾ അല്ലെ. നമുക്കറിയാം വിജയ ബാങ്ക്, അതുപോലെ തന്നെ അങ്ങനെ ഏതൊക്കെയാണ്, പിന്നെ ഏതാ, ഓറിയന്റൽ ബാങ്കോ, അങ്ങനെ കുറച്ചുണ്ട്, അതൊന്നും ചോദിക്കില്ലായിരിക്കും. പിന്നെ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു 5-6 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 8 ചോദ്യങ്ങൾ കഴിഞ്ഞു. 9ാമത്തെ ചോദ്യം. When was the Imperial Bank of India converted into the State Bank of India? അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു, ഇനിയിപ്പോ അത് പറയുന്ന കാര്യമില്ല അല്ലെ. എന്നാണ് അത് മാറിയത്?
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത് നമ്മളിപ്പോ പറഞ്ഞു 1955 അല്ലെ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ മറക്കരുത്, 1921 ഇമ്പീരിയൽ ബാങ്ക് ആയിട്ട് ഫോം ചെയ്തു. ഏത് 3 പ്രസിഡൻസി ബാങ്കുകൾ. അതിനുശേഷം 1955 ആ ബാങ്കിനെ നാഷണലൈസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ആ പേര് മാറ്റി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. ഓക്കെ, ഇനി which committee recommended the introduction of private sector banks in India in the 1990s? Narasimham Committee 1, Rangarajan Committee, Terrapo Committee, Pelka Committee. The right answer is option A ആണ്. നരസിംഹം കമ്മിറ്റി 1 ആണ്. എന്താ 1 എന്ന് പറയുന്നത്? അതായത് ഈ 1990s നരസിംഹം കമ്മിറ്റി ഒരു ഫസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ട് ഉണ്ട്, അതായത് അവരുടെ, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്, അതിലാണ് ഇതിനെ കുറിച്ച് പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി 1998 നരസിംഹം കമ്മിറ്റി 2 രണ്ടാമത്തെ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിലും ഒരുപാട് മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഏത് കമ്മിറ്റിയാണ്? നരസിംഹം കമ്മിറ്റിയാണ് അതിന് കാരണമാവുന്നത്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സുകൾക്ക് അതായത് കുറെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്യണം എന്നുള്ളത് പറയാനായിട്ട് കാരണം ആവുന്നത് നരസിംഹം കമ്മിറ്റിയാണ്. ഓക്കെ, then question number 11. Which act primarily governs the functioning of commercial banks in India? Companies Act 2013, Banking Regulation Act 1949, RBI Act 1934, Negotiable Instrument Act 1881. അതായത് കമേഴ്ഷ്യൽ ബാങ്ക്സ് ഇന്ത്യയിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് ആക്ടിലാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അല്ലെ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അല്ലെ. ആ ഡേറ്റ് ഓർത്ത് വെക്കാട്ടോ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അങ്ങനെ വേണമെങ്കിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ അതിലാണ് കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഗവേണൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. Question number 12. The largest commercial bank in India is? The largest commercial bank in India is HDFC, Bank of Baroda, State Bank of India, ICICI Bank. ഓക്കെ, അറിയാവുന്നതാണ് നമുക്ക് അല്ലെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഏറ്റവും വലിയ കമേഴ്ഷ്യൽ ബാങ്ക് ഇന്ത്യയിലത്തെ. ഓക്കെ, ഇപ്പൊ 12 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 13ാമത്തെ ചോദ്യം. The ability of a commercial bank to expand credit on the basis of initial deposits is called deposit multiplication, credit creation, loan compounding, monetary transmission. ഇതിന് എന്താ പറയാ?
ഏതാണ് അതിന് പറയുന്നതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ അല്ലെ. ബാങ്കുകൾ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് അവർക്ക് കിട്ടിയിരിക്കുന്ന ഡെപ്പോസിറ്റ്സ്, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ടേമാണത്, ഡെപ്പോസിറ്റ്സിൽ നിന്നും അവർ എന്ത് ചെയ്യും, കുറച്ച് മാറ്റി വീണ്ടും അതിൽ നിന്ന് ലോൺ പ്രൊവൈഡ് ചെയ്യും അല്ലെ. പിന്നെ ബാക്കി അതിൽ നിന്ന് വീണ്ടും അങ്ങനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും അവര്. അതിനെയാണ് പറയുന്നത് ക്രെഡിറ്റ് ക്രിയേഷൻ. പക്ഷെ ക്രെഡിറ്റ് ക്രിയേഷൻ ഒരുപാട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് അവൈലബിലിറ്റി കുറയും. അപ്പൊ അതുകൊണ്ട് ക്രെഡിറ്റ് ക്രിയേഷൻ ഒരു ലിമിറ്റ് വരെ പാടുള്ളൂ. അതിനും RBI റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട് ഓരോ ബാങ്കുകൾക്കും ക്രെഡിറ്റ് ക്രിയേഷൻ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ്സ് ഉണ്ട്. അപ്പൊ അതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question number 14. Which specialized bank provide refinance to micro, small and medium enterprises? MSMEസിന് കൊടുക്കുന്ന ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇതിലേത് ബാങ്കാണ് അത് ചെയ്യുന്നത്? നബാർഡ് ആണോ, RBI ആണോ, സിഡ്ബി ആണോ, NHB ആണോ? ഏതാണ് നമുക്കറിയാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സിഡ്ബി ആണ്. എന്താ സിഡ്ബി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാമോ അതിന്റെ എക്സ്പാൻഷൻ? സിഡ്ബി ആർക്കും അറിയില്ല. സിഡ്ബി എന്താ സിഡ്ബി? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. സിഡ്ബിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതല്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് സിഡ്ബി ഒക്കെ ഇല്ലേ. വെരി ഗുഡ് അല്ലെ. സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വെരി ഗുഡ് അല്ലെ കൃഷ്ണശ്രീ. ഓക്കെ, ഈ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് ഫൈനാൻസസ് ഹൗസിംഗ് സെക്ടർ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ? ഹൗസിംഗ് സെക്ടർ, ഹൗസിന്റെ അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുക, ഹൗസിംഗ് അതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ബാങ്കുകൾ ഏതാണ്? നമ്മൾ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളാണ് ഇതൊക്കെ. RBI ആണോ, നബാർഡ് ആണോ, NHB ആണോ, സിഡ്ബി ആണോ? ഏതാണ് ദ റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലെ, NHB. എന്താ NHB? അത് ആർക്ക് പറയാം? NHB RBIയുടെ അണ്ടറിൽ വരുന്ന ഒരു നാഷണൽ ഹൗസിംഗ് ബാങ്കുകൾ അല്ലെ. ഓക്കെ, അത് RBIയുടെ അണ്ടറിൽ തന്നെയാണ്. ഹൗസിംഗ് ഫൈനാൻസ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം കൊടുക്കുക അല്ലെ. ഹൗസിംഗിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്യുക, എന്നിട്ട് അത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. Which specialized institution was established in 1982? അല്ലെ, ആ ഇയർ കേട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടി. To finance agriculture and rural development. RBI, NABARD, SIDBI, NHB.
ഏതാണ്? 1982 ഇയർ ഓർത്ത് വെക്കുക. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അല്ലെ, തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. എന്താണ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അല്ലെ, നബാർഡ് ആണ്. എന്താ നബാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ? എന്താ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. 1982 അത് വന്നിരിക്കുന്നത് അല്ലെ. വെരി ഗുഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ അതൊരു അഗ്രികൾച്ചറിന്റെ ആ ഒരു മേഖലയിലുള്ള ഒരു എന്താ പറയാ പരമാധികാരം, എപെക്സ് അതോറിറ്റി അവർക്കാണ്. നമുക്കിപ്പോ കാർഷിക ആവശ്യങ്ങൾക്കും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ട് ഫണ്ട് മാത്രമല്ല ഒരുപാട് സപ്പോർട്ട് എന്താ പറയുന്നത് കൊടുക്കുന്നുണ്ട്. അതാണ് നബാർഡ്. 1981 ആക്ട് പാസ്സാക്കി 1982 അത് നിലവിൽ വന്നു. ഇനി അടുത്ത ചോദ്യം 17. In which year was the Exim Bank established? 1982 85 90 81 എക്സിം ബാങ്ക്. ഓക്കെ അല്ലെ, 1982 അത് നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ എന്നാണ്? ജാനുവരി 1. ജാനുവരി 1 1982 നിലവിൽ വന്നു. 1981 ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ആക്ട് പാസ്സാക്കിയത്, അതായത് എക്സിം ആക്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിന്റെ ഒരു ആക്ട് പാസ്സാക്കിയത് 1981 അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഗവൺ ചെയ്യുന്നത് ആ ആക്ട് പ്രകാരമാണ്. അത് നിലവിൽ വന്നത് 81 എക്സിം ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 82 ജാനുവരി 1 ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം 18 ചോദ്യം. The Reserve Bank of India was established on the recommendation of which commission? ആലോചിച്ച് പറഞ്ഞോളോ, നമ്മളത് വ്യക്തമായിട്ട് എടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. Reserve Bank of India was established on the recommendation of which commission? Narasimham, Rangarajan, Hilton Young, Shivaraman Committee. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലെ. ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ് എന്തെന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് റെക്കമെൻഡ് ചെയ്തത്. അതായത് 1926 ഈ കമ്മീഷൻ രൂപീകരിച്ചു, ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പൊ ആ കമ്മീഷനാണ്, അതായത് ഇപ്പൊ നമുക്കറിയാം അതിനു മുൻപായിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തില് ഒരു പ്രോപ്പർ ഒരു എന്താ പറയില്ലേ, അതിനൊരു റെഗുലാരിറ്റി ഇല്ല, പ്രോപ്പർ റെഗുലേഷൻ ഇല്ല, തോന്നിയ രീതിയിലാണ് ഫണ്ടുകള്. അപ്പൊ അതിനൊക്കെ നിയന്ത്രണം വേണം എന്നുള്ള ഒരു എപെക്സ് അതോറിറ്റി വേണം എന്നുകൊണ്ടുള്ള രീതിയിലാണ് ഹിൽട്ടൺ കമ്മീഷൻ 1926 ഫോം ചെയ്തതും അവരുടെ പഠന ഫലമായിട്ട് 1935 ഇങ്ങനെ ഒരു RBI എന്ന് പറയുന്ന ഒരു ഇത് മുന്നോട്ട് വെച്ചതും. Question number 19. Who is the current governor of RBI? ആരാ ഇപ്പോഴത്തെ നമ്മുടെ RBI ഗവർണർ? ഓക്കെ അല്ലെ, ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്രയാണ് കറന്റ് RBI ഗവർണർ. അതിലുള്ളവരൊക്കെ RBI ഗവർണേഴ്സ് തന്നെയാണ് ഓരോ കാലഘട്ടങ്ങളിലെ അത് മാത്രം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, ഇയർ നോക്കാം, കറന്റ് ആയിട്ടുള്ളതായി കൊണ്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. ഇനി കുറച്ച് കറന്റ് അഫയേഴ്സ് ആണ് കേട്ടോ. കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾക്ക് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നതാണ്. അറിഞ്ഞു വെക്കുക, ചിലപ്പോൾ ചോദിച്ചാൽ എഴുതാം. Which bank recently launched India's first digital only branch?
ഇതില് 4 ബാങ്കുകൾ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC, ICICI, ആക്സിസ് ബാങ്ക്. ഇതില് ആരാണ് റീസെന്റ് ഒരു ഡിജിറ്റൽ ഓൺലി ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയില്? അതാരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. HDFC ബാങ്ക് ആണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് ഒരു ഫിൻടെക് കമ്പനിയാണ്, സ്ലൈസ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ബാങ്ക് HDFC ബാങ്ക് ആണ് റീസെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. ഇതും റീസെന്റ് വന്ന മാറ്റമാണ്. വാട്ട് ഈസ് ദി ന്യൂ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫോർ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് ആസ് അനൗൺസ്ഡ് ബൈ RBI ഇൻ 2024? 2024 ഈ ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്കുകളിലെ അത് തുടങ്ങാനായിട്ട് അവർക്ക് എത്ര മിനിമം ക്യാപിറ്റൽ വേണം എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. അതേതാണ് ഇപ്പോ കറന്റ്? എത്ര വേണം? എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവർക്ക് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാം? ആ ബാങ്കുകളെയാണ് സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 200 crore ആണ്. മുൻപ് അത് 100 കോടി ആയിരുന്നു. ഇപ്പൊ അത് 200 കോടിയാക്കി മാറ്റിയിട്ടുണ്ട്. മിനിമം അത്ര ഉണ്ടെങ്കിലേ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22. Which bank was recently recognized as the most innovative bank of the year 2024 by IBA? IBA by the Indian Banking Association. ഇപ്പോ 2024 ഇന്നോവേറ്റീവ് ബാങ്ക് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ് ഒരു റെക്കഗ്നേഷൻ കിട്ടിയിരിക്കുന്ന ബാങ്ക് ഇതിലേതാണ്? ICICI, കൊട്ടാക് മഹീന്ദ്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കർണാടക ബാങ്ക്. നിങ്ങൾ പേടിക്കണ്ട, ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് ഒന്നും ചോദിക്കില്ല. നമ്മളോട് അങ്ങനെ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ഒന്നും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് സിലബസിലെ പോലെ തന്നെയാണ്. എങ്ങാനും നമുക്കൊന്നിങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോ അതൊക്കെ ഒന്ന് എടുത്തോന്ന് മാത്രം. ചോദിച്ചാലോ ഇല്ലാതെ പോണ്ടെന്നുള്ളതുള്ളൂ. അത് വിചാരിച്ച് ഇനി ഇഷ്യൂ ഇനി കറണ്ട് അഫയേഴ്സ് വരുമോ എന്നുള്ളത് പേടിക്കണ്ട കേട്ടോ. മോസ്റ്റ് ഇന്നോവേറ്റീവ് ബാങ്ക് ഓഫ് ദി ഇയർ 2024 എന്ന അംഗീകാരം IBAയുടെ കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കർണാടക ബാങ്കിനാണ് ഇന്നോവേറ്റീവ് ബാങ്ക് ഓഫ് ദി ഇയർ 2024. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23. In India, cooperative banks are primarily meant to serve corporates and large industry, government departments, small borrowers and rural population, international investors. ആർക്ക് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ? ഓപ്ഷൻ സി അല്ലെ, സ്മോൾ ബോറോവേഴ്സ് ആൻഡ് റൂറൽ പോപ്പുലേഷന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ നിലകൊള്ളുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24. Cooperative banks are registered under which of the following acts in India? ഏത് ആക്ടിന്റെ കീഴിലാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത്? ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്, കമ്പനീസ് ആക്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്, RBI ആക്ട്.
ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി അല്ലെ, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ആണ്. എന്നാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വന്നത്? പറയാമോ ആർക്കെങ്കിലും? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ആക്ടിനൊരു ഇയർ. വെരി ഗുഡ് അല്ലെ, 1912 കേട്ടോ, 1912. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 25. Which of the following regulates cooperative banks in India? NABARD, RBI, Ministry of Finance, both A and B. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലെ. രണ്ടുപേരും ഉണ്ട്, നബാർഡും ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഉണ്ട്. അത് റെഗുലേറ്റ് ചെയ്യുന്നതിന് അവർക്കുള്ള അധികാരം നബാർഡിനും കൊടുത്തിട്ടുണ്ട്, RBIക്കും കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 26. വാട്ട് ഡിസ്റ്റിംഗ്വിഷസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഫ്രം കമേഴ്ഷ്യൽ ബാങ്ക്സ്? എന്താണ് കമേഴ്ഷ്യൽ ബാങ്ക്സും കോഓപ്പറേറ്റീവ് ബാങ്ക്സും തമ്മിലുള്ള വ്യത്യാസം? കമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്നും കോഓപ്പറേറ്റീവ് ബാങ്കിനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ്? അങ്ങനെയാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കുക, ആൻസർ ചെയ്യുക. എന്താണ് വ്യത്യാസപ്പെടുത്തുന്നത്? കോഓപ്പറേറ്റീവ് ബാങ്ക്സിനെ കമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്നും. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി അല്ലെ, കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഓൺഡ് ആൻഡ് ഗവേൺഡ് ബൈ ദയർ മെമ്പേഴ്സ് ആണ്. അത് ഓൺ ചെയ്യുന്നതും അതിനെ ഗവേൺ ചെയ്യുന്നതും. Question number 27. The structure of cooperative credit institutions in India is broadly divided into how many tiers for short-term credit? 1, 2, 3, 4. Structure. അതും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഏത് സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്? കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. എത്രയാണ്? എത്രയാണ്? ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താണ് ഇത്ര ആലോചിക്കാനുള്ളത്? 3 ടയർ സിസ്റ്റം ആണ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ, 3 രീതിയിലാണ്. Question number 28. The apex institution for cooperative banks in India. ഏതാ ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് ബാങ്ക്സിന്റെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏതാണ്? ഓപ്ഷൻ എ അല്ലെ, നബാർഡ് ആണ് അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ, നബാർഡ്. The last question, or last two questions നോക്കാം. Question number 29. Which of the following is the lowest tier in the cooperative credit structure? ഏതാണ് the lowest tier in the cooperative credit structure വരുന്നത്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട്, പ്രൈമറി, നബാർഡ്. ഏതാണ്? നമുക്കറിയാം അല്ലെ, ലോവസ്റ്റിൽ നിൽക്കുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണ്.
താഴത്തെ. രണ്ടാമത്തെയാണ് നമുക്കറിയാം ഡിസ്ട്രിക്ട് അല്ലെ, പിന്നെ സ്റ്റേറ്റ്. എന്താണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് വേറെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഏറ്റവും താഴെ തട്ടില് നിൽക്കുന്നവരാണ്. മെയിനായിട്ട് കർഷകർക്കൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അവർക്ക് ക്യാഷുകൾ അക്സെപ്റ്റ് ചെയ്യാം, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ഉണ്ട് അല്ലെ. ഓരോ റൂറൽ ഏരിയ വില്ലേജിനൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. The last question. The term one member one vote in cooperative bank signifies. എന്താണ് അല്ലെ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ ആണ് നമുക്ക് മുന്നോട്ട് വരുന്ന ഒരു ഇതാണ് വൺ മെമ്പർ വൺ വോട്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മനസ്സിൽ കൊണ്ടുവരാം ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് റിഗാർഡ്ലെസ് ഓഫ് ഷെയർ ഹോൾഡിംഗ്സ്. എല്ലാവർക്കും ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണ് അവിടെ. അതായത് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു, എത്ര മെമ്പേഴ്സ് ഷെയർസ് ഉണ്ട്, എത്ര രൂപ, അതൊന്നും അല്ല അവിടെ. എല്ലാവർക്കും ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണ്. അതാണ് പറയുന്നത് റിഗാർഡ്ലെസ് ഓഫ് ഷെയർ ഹോൾഡിംഗ്. എത്രയാണെന്നൊന്നും അവിടെ നോക്കില്ല, എല്ലാവർക്കും ഈക്വൽ. വൺ മെമ്പർ വൺ വോട്ട്. ഓർത്തു വെക്കുക, കോപ്പറേറ്റീവിന്റെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിളും ആണത്. വൺ മെമ്പർ വൺ വോട്ട്. അതൊക്കെ ഇത്രയും ചോദ്യങ്ങളാണ്